ഇപ്പോൾ എല്ലാവർക്കും കൊട്ടാരമുറ്റത്തിൽ സ്റ്റാൻലി ജോസഫ് ആരാണെന്നാണ് അറിയുന്നത്. ഞങ്ങളും വൺ ഓഫ് ദി മെയിൻ ക്യാരക്ടർ ആണ് ഈ പ്രൊജക്റ്റില്. അപ്പൊ അത് ആരാന്നറിയാൻ ഞങ്ങളും ഈക്വലി വെയിറ്റിംഗ് ആണ്. അതെങ്ങനെയാ, നിങ്ങളൊക്കെ പാഠം പഠിപ്പിക്കാനാണോ അല്ലെങ്കിൽ പാഠം പോവാനാണോ? പുതിയ പാഠം തുടങ്ങാൻ വരുന്ന ക്യാരക്ടറാണ്. ഇപ്പൊ റീസെന്റ് നമ്മൾ AI എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര ടെക്നോളജിയാണ്, നമുക്ക് പല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ അതെങ്ങനെയൊക്കെ മിസ്യൂസ് ചെയ്യാം എന്നതിലാണ് ആൾക്കാർ PhD എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു വിക്റ്റിമായിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ വളരെ വല്ലാത്ത ഒരു രീതിയിലേക്ക് അത് കൊണ്ടുപോയി. അത് കൊണ്ടുപോട്ടെ, ഓക്കെ, ഒരുമിച്ചാണെന്നൊക്കെ പറയുന്നതൊക്കെ ഈ പറയുന്നതൊക്കെ നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞ പോലെ ഗോസിപ്പിന്റെ ഒരു ഭാഗമായിട്ട് അത് പോകും. പക്ഷെ നമ്മളുടെ ആരുടെയും ലൈഫ് ആർക്കും അറിയില്ല. എൻ്റെ അച്ഛനെ എനിക്ക് അങ്ങനെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നതിനകത്തൊന്നും എനിക്ക് താല്പര്യമില്ല. പുള്ളിയുടെ ലൈഫിൽ ജീവിക്കുന്നു, ഞാൻ എൻ്റെ ലൈഫായിട്ട് പോകും. ലെഗസി, ഫിലിം ലെഗസി എപ്പോഴെങ്കിലും ആക്ടിങ്ങിൽ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? അച്ഛൻ്റെ പേര് എൻ്റെ പേരിൻ്റെ ചേർത്തുള്ളത് എപ്പോഴും ഒരു ബെനിഫിറ്റ് തന്നെയാണ്, ഒരു പോസിറ്റിവിറ്റി തന്നെയാണ്. നമുക്ക് എവിടെ ചെന്നാലും നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും നമുക്ക് എളുപ്പമാണ്. അത് എപ്പോഴും അത് എനിക്കൊരു സ്ട്രെങ്ത് തന്നെയാണത്. അത് തന്നെയാണ് എനിക്കുള്ളത്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ടാറ്റോ ഒക്കെ ഭയങ്കര ഇഷ്ടമാണോ ചെയ്യാൻ? ഇത്ര പറ്റുള്ളൂ, എനിക്ക് ഈ ഫീൽഡിൽ നിൽക്കുന്നോണ്ട് ഇത്ര പറ്റുള്ളൂ. അതാ ഞാൻ ചോദിക്കുന്നത്. ഇതിപ്പം ഹൈഡ് ചെയ്യില്ലേ? ഹൈഡ് ചെയ്യും, ഈ ക്യാരക്ടറിന് ഹൈഡ് ചെയ്യും. ഓ, റൈസ് ഉയർന്നു പോവാൻ. മന്തി റൈസ് അല്ല, ഇത് മയിലല്ല കേട്ടോ, ഇത് ഫീനിക്സ് ആണേ. മിക്കവരും മയിലിനെയാണ് വരച്ചു വെച്ചേക്കുന്നത്. ഫിനിക്സ് ആൻഡ് സ്കോർപിയോ ആണ്, നവംബർ ബോൺ. അപ്പോൾ പല ഫേസസ് ഉണ്ട് സ്കോർപിയോയ്ക്കെന്നാണ് പറയുന്നത്. അങ്ങനത്തെ ഒരു ഫേസ് ആണ് റൈസിംഗ് ഫ്രം ആഷസ്. അതെ, ഉയർന്നു പറന്നു. കണ്ട, നിങ്ങളെ കുറിച്ച് തന്നെ നിങ്ങളിപ്പോ ഡിസ്കവർ ചെയ്തില്ലേ? അതാണ് എന്റെ ഷോ. ഈ ഒരു ടാറ്റു മാത്രമേ ഉള്ളൂ? അതെന്നെ കളയാൻ വേണ്ടി ഇരിക്കുകയാണ്. റിഗ്രറ്റ് അടിച്ചോ? റിഗ്രറ്റ് അല്ല, അത് അറിവില്ലാത്ത പ്രായത്തിൽ ചെയ്തു പോയതാണ്. അപ്പൊ പിന്നെ ഇത് എല്ലാ ദിവസവും മാസ്ക് ചെയ്യണം, ഇതിനു വേണ്ടി മാത്രമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഡ്രസ്സിലൊക്കെ അത് ആവും, പിന്നെ എല്ലാ ക്യാരക്ടേഴ്സിനും സ്യൂട്ട് ആവില്ല. കാരണം എവിഡന്റ് ആയിട്ട് കാണാൻ പറ്റുന്ന അത് എത്രയും പെട്ടെന്ന് ലെസർ ചെയ്ത് കളയാനാണ്. അപ്പൊ എത്ര വയസ്സിലടിച്ചതാ? എത്ര വർഷം മുമ്പ് ചെയ്തതാ? ഞാൻ 12th കഴിഞ്ഞപ്പോ ചെയ്തതാ. അപ്പൊ എത്ര വർഷമായി? ശരിക്കും എത്ര വയസ്സുണ്ട്? അല്ല, കണ്ടപ്പോ 32. അത് വലിയ ഏജ് ഒന്നുമല്ല. നമ്മൾ ആക്ടേഴ്സിന് സ്ക്രീൻ ഏജ് ആണല്ലോ. അതെ, സ്ക്രീനില്. ഓക്കെ, ഇപ്പൊ റീസെന്റ് നമ്മൾ AI എന്ന് പറയുമ്പോഴേക്കും ഭയങ്കര ടെക്നോളജിയാണ്, നമുക്ക് പല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ സ്റ്റിൽ അതെങ്ങനെയൊക്കെ മിസ്യൂസ് ചെയ്യാം എന്നതിലാണ് ആൾക്കാർ PhD എടുത്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് തോന്നിയ പോലെ എങ്ങനെ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാം, അങ്ങനെയൊക്കെ രീതിയിൽ കുറേ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു വിക്റ്റിമായിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ അതെൻ്റെ ഒരു ഫാൻ പേജ് ചെയ്തൊരു ഇമേജാണ്. അത് ആ കുട്ടി എന്നെ വിക്റ്റിമാക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ ചെയ്തതല്ല. എന്നെ അത് അത്രയും സപ്പോർട്ട് ചെയ്യുന്ന, എന്നെ അത്രയും ഇഷ്ടമായിട്ട് ഞാൻ അച്ഛൻ്റെ കൂടെ നിൽക്കുന്ന ഒരു പിക്ക് ആ കുട്ടി ചെയ്തതാണ്. പക്ഷെ അത് സോഷ്യൽ മീഡിയ വളരെ വല്ലാത്ത ഒരു രീതിയിലേക്ക് അത് കൊണ്ടുപോയി. അത് കൊണ്ടുപോട്ടെ, ഓക്കെ, ഒരുമിച്ചാണെന്നൊക്കെ പറയുന്നതൊക്കെ ഈ പറയുന്നതൊക്കെ നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞ പോലെ ഗോസിപ്പിന്റെ ഒരു ഭാഗമായിട്ട് അത് പോകും. പക്ഷെ നമ്മളുടെ ആരുടെയും ലൈഫ് ആർക്കും അറിയില്ല. ചെയ്തത് തെറ്റായിരിക്കാം, ശരിയായിരിക്കാം, ആര് വേണമെങ്കിലും അത് ചെയ്തത് തെറ്റായിരിക്കാം, ശരിയായിരിക്കാം. പക്ഷെ അവരുടെ രീതിക്ക് അവർ നിന്നത് ഇൻ്റർപ്രറ്റ് ചെയ്ത് അത് ഭയങ്കരമായിട്ട് എഴുതി അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യുക, സംസാരിക്കുക എന്ന് പറയുന്നതിനകത്തോട്ട് എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നിയിട്ടുണ്ട്. അത് എൻ്റെ അച്ഛനെ എനിക്ക് അങ്ങനെ ആ ഒരു രീതിയിലേക്ക് കൊണ്ടുവരുന്നതിനകത്തൊന്നും എനിക്ക് താല്പര്യമില്ല. പുള്ളിയുടെ ലൈഫിൽ ജീവിക്കുന്നു, ഞാൻ എൻ്റെ ലൈഫായിട്ട് പോകും. ബാക്കി കാര്യങ്ങൾ ഞങ്ങളുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ആ ഒരു പോസ്റ്റ് ഇട്ടതാണ്. റീസെൻ്റ്ലി പ്രമോസ് ഒക്കെ വരുമ്പോഴേക്കും അതിൻ്റെ താഴെ ആൾക്കാരെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എല്ലാവർക്കും കൊട്ടാരമുറ്റത്തിൽ സ്റ്റാൻലി ജോസഫ് ആരാണെന്നാണ് അറിയേണ്ടത്.
ഞങ്ങളും വെയിറ്റിംഗ് അതെ, സ്റ്റാൻലിക്ക് വൺ ഓഫ് ദി മെയിൻ ക്യാരക്ടർ ആണ് ഈ പ്രൊജക്റ്റിലെ. അപ്പൊ അത് ആരാന്നറിയാൻ ഞങ്ങളും ഈക്വലി വെയിറ്റിംഗ് ആണ്. നിങ്ങളപ്പോ ചോദിക്കാറില്ല ആരാന്ന് അത് ചെയ്യുന്നത് ആരാന്ന്? ചോദിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു സജഷൻസ് ചോദിക്കാറുണ്ട് അവര്. ആരാണ്, എനിക്ക് തോന്നുന്നു അവരും അതിന്റെ ഒരു സോർട്ടിംഗ് പ്രോസസ്സിലാണെന്ന് തോന്നുന്നു. അപ്പൊ അത് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ റൈറ്റ് പേഴ്സണെ തന്നെ എല്ലാം സെറ്റ് ആവട്ടെ. ഈ ഞാനിപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മയാണ് ഏറ്റവും നന്നായിട്ട് സീരിയൽസ് കാണുന്നത്. ഞാൻ വന്നപ്പോൾ പറഞ്ഞു എല്ലാ സീരിയൽസും ഇരുന്ന് കാണും. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയും, ഇപ്പം ഇടയ്ക്ക് സീരിയൽ റിലേറ്റഡ് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ ഞാൻ ഉമ്മീനോട് പറയും ഇന്ന സീരിയൽ ഇന്ന ആളാണ് വരുന്നത്. അപ്പം എനിക്കറിയാത്ത ഞാൻ കാണാത്ത എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഞാൻ ഉമ്മീനോട് മൊത്തത്തിലിരുന്ന് ചോദിക്കും ആ സീരിയൽ എന്താണ്, അവരുടെ ക്യാരക്ടർ എന്തൊക്കെയാണ്. കാരണം ഇപ്പം എല്ലാ എപ്പിസോഡും നമ്മൾക്ക് സീരിയൽ ഇപ്പം എല്ലാം നമുക്ക് കാണാൻ പറ്റണം എന്നില്ലല്ലോ. അപ്പം അതേപോലെ ചോദിച്ചപ്പോൾ ഉമ്മ എന്നോട് ചോദിക്കാൻ പറഞ്ഞു ഇതൊരു ക്യാരക്ടർ വരുന്നുണ്ട് അതാരൊന്നും എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഞങ്ങളും. അതെങ്ങനെ നിങ്ങളൊക്കെ പാഠം പഠിപ്പിക്കാനാണോ അല്ലെങ്കിൽ പാഠം പോവാനാണോ? പുതിയ പാഠം തുടങ്ങാൻ വരുന്ന ക്യാരക്ടറാണ്. ട്വിസ്റ്റ് ആണ്. അപ്പോൾ ട്വിസ്റ്റ് അല്ല, റിയൽ സ്റ്റോറി വരും. ഇപ്പം എന്നാലും ഒരു ഐഡിയ ഇല്ല ആരാന്ന്. ഇല്ല, ഒരുപാട് പേരുകൾ വന്നു പോയിട്ടുണ്ട്. 1-2 പേരെ ഫിക്സ് ചെയ്യാം എന്നുള്ളൊരു സിറ്റുവേഷനിൽ വന്നു. ബട്ട് ഡ്യൂ ടു സം റീസൺസ് അത് ഇങ്ങനെ മാറി തിരിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാം ആരാന്ന് അറിയാൻ. ഓക്കെ. ഇപ്പോൾ സീരിയൽസിൽ നമ്മൾ ഓരോ ക്യാരക്ടർ ചെയ്യുമ്പോൾ അതിന് ഭയങ്കര മെയിൻ ഒരു ഫാക്ടർ അതിൻ്റെ ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നത് ഓഫ് കോഴ്സ് ഡബിങ്ങിലൂടെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ടവർക്ക് ഡബിങ്ങിന് പോകണം, ലേറ്റ് ആയിട്ടിരിക്കുകയാണ്. സ്വയം ഡബ് ചെയ്ത് ഓൾറെഡി ഡബിങ് ആർട്ടിസ്റ്റ് ആവാൻ ഭയങ്കര ഇഷ്ടമാണ്, ഡബ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പോഴാണോ ഡബിങ് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞു. ഡബിങ് ഇഷ്ടപ്പെടാൻ മെയിൻ കാര്യം എൻ്റെ അച്ഛൻ ഡയലോഗ് പറയുന്ന മോഡുലേഷൻസ് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ട്. ഞാൻ നേരത്തെ രാഹുലിന്റെ കാര്യം പറഞ്ഞു, കിഷോറേട്ടൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, അബ്ലുവിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഞാനത് കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. ഓരോരുത്തർ ഡബ് ചെയ്യുന്ന രീതി എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. പല രീതിക്ക് ഞാൻ ഡബ് ചെയ്ത് വീട്ടിലൊക്കെ നിന്ന് ആ ഡയലോഗ് തന്നെ പല രീതി പറഞ്ഞു നോക്കാറുണ്ട്. അപ്പോൾ പക്ഷെ സീരിയലിൽ വന്നിട്ട് ആദ്യത്തെ പ്രോജക്റ്റ് മുതൽ എനിക്ക് ദിവ്യ ചേച്ചിയാണ് ഡബ് ചെയ്യുന്നത്. എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ ബാഹുബലിയിൽ മലയാളം വേർഷനിൽ രമ്യ കൃഷ്ണനൊക്കെ ഡബ് ചെയ്തത് ദിവ്യ ചേച്ചിയാണ്. ദിവ്യ ചേച്ചിയാണ് എനിക്ക് ഡബ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അന്നൊക്കെ സീൻസ് ഒക്കെ കൂടുതലുള്ളത് കൊണ്ട് ലേറ്റ് നൈറ്റ് ഒക്കെ പോയിട്ട് ഡബ് ചെയ്ത ആ ഒരു ഇതിലേക്ക് ഞാൻ അങ്ങോട്ട് ചെന്നില്ല. ഈ സീരിയലിൽ എൻ്റെ എല്ലാ ക്യാരക്ടേഴ്സിനും ദിവ്യേച്ചി തന്നെയാണ് ഡബ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോൾ ഡ്യൂ ടു സം റീസൺസ് ചേച്ചി ഇപ്പം ഡബിങ് എനിക്ക് ഇനിയിപ്പം കുറച്ച് നാൾ ചെയ്യാൻ പറ്റില്ല എന്ന് ചേച്ചി ഇൻഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചേച്ചി അല്ലാതെ വേറൊരാളെ എനിക്ക് ഡബ് ചെയ്യുന്നത് എനിക്ക് തിങ്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ ഡബ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആ ഒരു കർത്തവ്യത്തിലേക്ക് ഞാൻ കടന്നു. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ. ഇത് കഴിഞ്ഞ് എനിക്ക് ഡബിങ്ങിന് പോകണം. അത് ഭയങ്കര എക്സൈറ്റഡാ. എനിക്ക് 12 കാലിൽ എത്തണം. അല്ല, രാഹുലൊക്കെ ഡബ് ചെയ്ത് കുറച്ച് നല്ല ശീലമായി. നമ്മൾ പെട്ടെന്ന് ചെന്ന് നിന്നിട്ട് 2 മിനിറ്റിൽ പെട്ടെന്ന് ഡബ് ചെയ്യാമെന്ന് തിങ്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിൽ ഇങ്ങനെ ഇരിക്കുക. വിഷമമുണ്ട്, ദിവ്യ ചേച്ചി അല്ല വോയിസ് മാറിയതിന്റെ ഒരു വിഷമം. ഏകദേശം സിമിലർ വോയിസ് ആണ്. അങ്ങനെ കിട്ടുക വലിയൊരു കാര്യമാണ്. അത് ശരിയാ. നമ്മളിപ്പം ചില ക്യാരക്ടേഴ്സിന്റെ സൗണ്ട് ഇടയ്ക്ക് വെച്ച് മാറുമ്പോ അപ്പൊ തന്നെ മറ്റേ പഴയ സൗണ്ട് മതിയായിരുന്നു. അതെനിക്കൊരു ടെൻഷൻ ഉണ്ട് കേട്ടോ ഓഡിയൻസ്. കാര്യം ആക്ടിങ്ങിനകത്ത് എൻ്റെ ഇതിന് വോയിസ് ദിവ്യ ചേച്ചിയുടെ തന്നെയാണ് എല്ലാവരും. അത് എന്റെ വോയിസ് ആണ് പലരും തെറ്റിദ്ധരിച്ചിട്ടുമുണ്ട്. അപ്പൊ അത്രമാത്രം മാച്ച് ചെയ്ത് പോകുന്നതാ. അതിനി ഓഡിയൻസിന് ഇത് എങ്ങനെ എടുക്കും എന്നുള്ളൊരു ചെറിയൊരു ടെൻഷൻ എനിക്കുണ്ട്. എന്നാലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. എങ്ങനെയാ ഇപ്പൊ ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ആക്ടിങ്ങും അതോടൊപ്പം തന്നെ ഡബിങ്ങും ഭയങ്കര ഇമ്പോർട്ടന്റ്. സ്വന്തം ക്യാരക്ടർ. അതെ. അപ്പൊ അത് ചെയ്യാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ്. മറ്റേ സീരിയലിലും അല്ല, അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് ഉണ്ടായിരുന്നില്ല ആ പ്രൊജക്ട്. കാരണം അതില് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈച്ച് ആൻഡ് എവറി സീനിൽ ഞാൻ ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പൊ ഒരു മാസം തന്നെ 20-22 ദിവസം ഡേറ്റ് ഉണ്ട്. അപ്പൊ ട്രിവാൻഡ്രത്തുമാണ് ഷൂട്ട്. അപ്പൊ ഇതും കൂടി എനിക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് അതിൽ എനിക്ക് അങ്ങനെ ഒരു അവസരം ഇല്ലായിരുന്നു. ഇത് കൊച്ചിയിലാണ് ഷൂട്ട്, സ്റ്റുഡിയോയും കൊച്ചിയിലായതുകൊണ്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടി. അപ്പൊ അത് ട്രൈ ചെയ്യാന്ന് വെച്ചു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു പ്രോസസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിലും കുറെ പഠിക്കാനുണ്ടെന്ന് അപ്പൊ മനസ്സിലായി. ഭയങ്കര എൻജോയ് ചെയ്ത് വരുന്നു. ഓക്കെ. ഇപ്പം ഫിലിം ലെഗസി എപ്പോഴെങ്കിലും ആക്ടിങ്ങിൽ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഹെൽപ്പ് അങ്ങനെയില്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. റെക്കമെൻഡേഷൻ ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഫസ്റ്റ് പ്രോജക്റ്റ് എൻ്റെ കുഞ്ഞമ്മ ത്രൂ സീമാജി നായർ. സീമ ചേച്ചി ഞങ്ങളുടെ ഒരു ഫാർ ഡിസ്റ്റന്റ് റിലേഷനാണ്. സീമാജി നായർ ത്രൂ എൻ്റെ കുഞ്ഞമ്മയുമായിട്ടൊക്കെ സംസാരിച്ചിട്ടാണ്
എനിക്ക് ഫസ്റ്റ് പ്രോജക്റ്റ് കിട്ടുന്നത്. ആ ഒരു റെക്കമെൻഡേഷനേ ഉള്ളൂ. ഓക്കെ. വേറെ എല്ലാം നമ്മൾ തന്നെ ട്രൈ ചെയ്യും, വിളിക്കുകയൊക്കെ ചെയ്യുന്നത് തന്നെ. ഇത് എപ്പോഴെങ്കിലും ഭയങ്കര യൂസ് ആയിട്ടുണ്ടോ? അച്ഛൻ്റെ പേര് എൻ്റെ പേരിൻ്റെ ചേർത്തുള്ളത് എപ്പോഴും ഒരു ബെനിഫിറ്റ് തന്നെയാണ്, ഒരു പോസിറ്റിവിറ്റി തന്നെയാണ്. നമുക്ക് എവിടെ ചെന്നാലും നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും നമുക്ക് എളുപ്പമാണ്. അത് എപ്പോഴും അത് എനിക്കൊരു സ്ട്രെങ്ത് തന്നെയാണത്. അത് തന്നെയാണ് എനിക്കുള്ളത്. ഓക്കെ, ഞാൻ വേറൊരു ഫോട്ടോ കാണിച്ചു തരാം. അപ്പം ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു മെമ്മറീസും പരിപാടി. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. അച്ഛനും അമ്മയാണ്. അത് സ്വാതി തിരുനാൾ നാടകത്തിലുള്ളതാ. അമ്മ നാരായണിയായിട്ടും അച്ഛൻ സ്വാതി തിരുനാളായിട്ടും നാടക ദിനത്തില് ഒരു മെമ്മറി പോലെ എഴുതി പോസ്റ്റ് ചെയ്തതാണ്. ഈ അമ്മയുടെയൊക്കെ അപ്പം സ്റ്റേജ് പെർഫോമൻസ് ഒക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഇല്ല, എങ്ങനെ കാണും? ഇല്ല, കണ്ടിട്ടില്ല. ഇല്ല, ഞാൻ ഉണ്ടാവുന്നതിന് മുമ്പേ മുന്നത്തെയാണ് അതൊക്കെ. അതുകൊണ്ട് പറ്റിയില്ല. അതുകൊണ്ട് പറ്റില്ല. അമ്മ ആക്ടിങ് ഇല്ല. അമ്മ കല്യാണം കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു ഒരു 6 months 1 year കൂടി എന്തോ അമ്മ ആക്ടിങ്ങിലുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് അമ്മ കംപ്ലീറ്റ്ലി വീട്ടിലേക്ക് ഒതുങ്ങി. അതിനകത്ത് എനിക്ക് അമ്മയോട് വളരെ ദേഷ്യമുണ്ട്. വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഇങ്ങനെ ഒതുങ്ങി കൂടിയതിനകത്തോട്ട് എനിക്ക് അമ്മയോട് വല്ലാത്തൊരു വിരോധം ഉണ്ട്. ഒരു കംബാക്ക് അടിക്കാലോ. എനിക്കൊരു വിഷയമില്ല. അമ്മ ഓക്കെ ആണെങ്കിൽ ഫുൾ സപ്പോർട്ട് ഉണ്ടാവും. അമ്മ നന്നായിട്ട് പാടുകയും ചെയ്യും. അമ്മ പാടും. ഇതൊന്നും ചെയ്യാതെ ഇങ്ങനെ വീട്ടിൽ ഒതുങ്ങി കൂടിയതിൻ്റെതായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും അമ്മയ്ക്ക് ഇതിലേക്ക് ഇറങ്ങണം എന്നാണെന്നുണ്ടെങ്കിൽ ഫുൾ സപ്പോർട്ട് നമ്മൾ കൂടുന്നുണ്ട്. അപ്പം ഇപ്പൊ സീരിയൽസ് ഓൾറെഡി ചെയ്യുന്നുണ്ട്. അപ്പം ഈ സിനിമ കളങ്കാവലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു? കളങ്കാവലൊക്കെ ഒറ്റ സിനിമ ഞാൻ ചെയ്തിട്ടുള്ളൂ. കളങ്കാവൽ അത് ഞാൻ തന്നെ ട്രൈ ചെയ്തതാണ്. ജോർജ് അങ്കിളിനെ ഞാൻ മെസ്സേജ് ചെയ്തു. കുടുംബവിളക്ക് സീരിയൽ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് മനസ്സിൽ തോന്നി ജോർജ് അങ്കിളിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം. അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് 1-2 തവണ മെസ്സേജ് ചെയ്തു, വിളിച്ചു. അങ്ങനെ ഇങ്ങനെ താല്പര്യമുണ്ട്, സീരിയൽസിലാണ് ഇപ്പോൾ ചെയ്യുന്നത്, എനിക്ക് മൂവി ചെയ്യണം എന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞ് ആ ത്രൂ എനിക്ക് കിട്ടിയ ഒരു ക്യാരക്ടറാണ് കളങ്കാവലിൽ. എങ്ങനെയുണ്ടായിരുന്നു മമ്മൂക്കിനെയൊക്കെ ചെറുപ്പത്തിലേക്കാ? കുഞ്ഞിലേ മുതലേ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഇപ്പോൾ അച്ഛൻ കൂടെ ഉള്ളപ്പോൾ ഉള്ള ധൈര്യം വേറെ, ഒറ്റയ്ക്ക് നമ്മൾ ചെല്ലുമ്പോൾ ഉള്ള ധൈര്യം വേറെ. അപ്പം ഞാൻ പുള്ളിയുടെ കൂടെ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് അത് വേറെ ആണല്ലോ. നമ്മൾ ആ സാധാരണ സംസാരിക്കുന്ന പോലൊരു ഇതല്ലല്ലോ. ചെന്നപ്പോൾ ആദ്യം ചോദിച്ചാൽ സായിയുടെ മോളാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പകുതി അതെ ആ വോയിസിൽ കേട്ടപ്പോൾ. പക്ഷേ സീനിലേക്ക് കയറിയപ്പോൾ വളരെ ഫ്രീ ആണ്. എല്ലാവരും മിക്കവരും പറയുന്ന പോലെ തന്നെ വളരെ ഹെൽപ്ഫുള്ളായിരുന്നു, സപ്പോർട്ടീവാണ്. അപ്പം തന്നെ നമ്മളടുത്ത് നല്ലതാണെങ്കിൽ നന്നായിട്ടുണ്ട് കേട്ടോ, കുറച്ചും കൂടെ ഒന്ന് എന്നൊക്കെ നമ്മളടുത്ത് പറഞ്ഞു തരുന്നുണ്ട്. അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ ഡിലീറ്റ് ചെയ്തു, ഞാൻ തരാം. പിന്നെ പുള്ളി ഡ്രൈവ് ചെയ്തപ്പോൾ പുള്ളിയുടെ കൂടെ കാറിൽ ഇരിക്കാൻ പറ്റി. അതെനിക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ട് തോന്നി. പുള്ളി ഡ്രൈവിംഗ് ഭയങ്കര ക്രേസ് ഉള്ള ഒരാളാണല്ലോ. പുള്ളിയുടെ കൂടെ കാറിൽ ഇരിക്കാൻ പറ്റിയത് എനിക്ക്. അപ്പൊ ഞാൻ ആലോചിച്ചു, പുള്ളി ഡ്രൈവിങ്ങിനെ പറ്റിയിട്ടൊക്കെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടല്ലോ. എന്റെ ഫസ്റ്റ് ഷോട്ട് തന്നെ പുള്ളിയുടെ കൂടെ കാറിൽ ഇരിക്കാന്ന് പറഞ്ഞു. എന്നിട്ട് എന്നോട് ഇങ്ങോട്ട് പറയാണ്, എനിക്ക് ഈ റിവേഴ്സ് എടുക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണെന്ന് എൻ്റെ അടുത്ത് പറയാ. അപ്പൊ ഞാൻ ആലോചിച്ചു, ആഹാ കൊള്ളാലോ. എന്നിട്ട് കാറ് പറപ്പിക്കുന്നൊക്കെ ഇന്റർവ്യൂസിൽ പലതും കേട്ടിട്ടുണ്ടല്ലോ. കോമ്പിനേഷൻ അല്ല, ഡൗട്ടാണ്. കോമ്പിനേഷൻ സീൻ വന്നപ്പോൾ നെർവസ് ആയിരുന്നോ? ഇല്ല, അതില്ല കേട്ടോ. കാര്യം ഞാൻ പെട്ടു. എന്തായാലും ഞാൻ അവിടെ ചെന്ന് മേക്കപ്പ് ഇട്ട് എന്നെ കയറ്റി കാറിലിരുത്തി. ഇനിയിപ്പോ അഭിനയിക്കാതെ ഇറങ്ങി പോരാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കംപ്ലീറ്റ്ലി എൻ്റെ മൈൻഡ് അങ്ങ് ബ്ലാങ്ക് ആക്കി. ഡയലോഗ് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഓപ്പോസിറ്റ് മമ്മൂട്ടി ആണെന്ന് പോലും ചിന്തിച്ചില്ല. ആ ക്യാരക്ടറാണ്, അതുകൊണ്ട് ചെയ്യാൻ പറ്റി. അടിപൊളി. ഇപ്പൊ അതുപോലൊരു സിറ്റുവേഷൻ വന്ന് ഇതേപോലെ നെർവസ് ആവും? അറിയില്ല, അത് വരാത്തോണ്ട്. അങ്ങനെ വരട്ടെ, അങ്ങനെ നെർവസ് ആവാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ വഴിയാണ്. ഞാൻ ലാസ്റ്റ് ആയിട്ട് വേറൊരു ഫോട്ടോയും കൂടി കാണിച്ചു തരാം. അതിൻ്റെ കൂടെ ഒരു മെമ്മറി പറഞ്ഞിട്ട് നമുക്ക് വാങ്ങിച്ചു. അത് 1 വയസ്സിലെ ഫോട്ടോ. എനിക്ക് തോന്നുന്നു അമ്മ പറഞ്ഞുള്ള ഓർമ്മയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സൂര്യചക്രം എന്ന് പറഞ്ഞിട്ട് ആ മൂവി, അതിന്റെ ലൊക്കേഷൻ ആണെന്ന് തോന്നുന്നു എനിക്ക്. അച്ഛൻ്റെ കൂടെയുള്ള എനിക്ക് അച്ഛൻ്റെ കൂടെയുള്ള ഒരു മെമ്മറി അമ്മ പറഞ്ഞിട്ട് ആ ഫിലിമിലെ ലൊക്കേഷനിൽ വെച്ചിട്ട് എടുത്ത സ്നാപ്പാണത്. ഓക്കെ. അപ്പൊ എന്തായാലും മഴതോരും മുമ്പേ ഒരു എത്ര എപ്പിസോഡ്സ് പോകണം എന്നാ നിങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം? എനിക്ക് പേഴ്സണലി ഒത്തിരി പോകണ്ട, അത് എന്റെ കണ്ടന്റ് ടൈറ്റ് ആയിട്ട് തന്നെ പോയി തീരണം എന്നാണ്
എന്റെ ആഗ്രഹം. ഒരുപാട് എപ്പിസോഡ് പോകാൻ വേണ്ടി എപ്പിസോഡ്സ് വരാതെ എന്താണോ അദ്ദേഹം ഉദ്ദേശിച്ചത് അതിൽ തീരണം എന്നാണ് എന്റെ ആഗ്രഹം. ഓക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പം സീരിയൽ ഇപ്പം നന്നായിട്ട് പോകുന്നുണ്ട്, അതേപോലെ തന്നെ സിനിമകളും നല്ല നല്ല ക്യാരക്ടേഴ്സ് ഒക്കെ എല്ലായിടത്തും നിങ്ങളെ തേടി വരട്ടെ. അപ്പം ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സിന് ജീവൻ കൊടുക്കാൻ സാധിക്കട്ടെ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ.